തന്നെ സൂക്ഷിക്കണം. എന്നാലേ ഐശ്വര്യം ഉണ്ടാകൂ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം രണ്ടുപേർക്കും മനസ്സിലായല്ലോ. ഇനി മേലിൽ ആഭരണങ്ങളുടെ പേര് പറഞ്ഞ് ഈ വീട്ടിൽ ഒരു തർക്കം ഉണ്ടാകാൻ പാടില്ല. ആമിമോളെ, ദാ ഈ ആനവാൽ മോതിരം വിരലിട്ട് മുത്തശ്ശി ഒന്ന് കാണട്ടെ. ഗംഭീരായിട്ടുണ്ട്. നാളെ മുതലേ ഞാൻ രണ്ടുപേരുടെ മോതിരം എണ്ണും. എല്ലാം ഇതേപോലെ തന്നെ കയ്യിലുണ്ടാവണം. ചെമ്പകശ്ശേരി തറവാട് ഐശ്വര്യത്തിന്റെ സ്വർഗഭൂമിയാവുന്നത് എനിക്ക് കാണണം. എല്ലാവരും എന്റെ കൂടെ നിൽക്കണം. മുത്തശ്ശിക്കൊന്നും വേണ്ട, നിങ്ങളുടെയൊക്കെ സ്നേഹം മാത്രം മതി. ഇഷ്ട ഈ അമ്മ കുളവാക്കിയല്ലോ. ഓ, ഇനി എന്താ ഒരു പോംവഴി? അയ്യോ, ഒരാപത്തും വരുത്തരുതേ. പ്രാർത്ഥിച്ചത് ചോദിക്കാൻ പാടില്ല അല്ലേ? ഇല്ല, പാടില്ല. എന്നാലും എനിക്കറിയാം എൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. എനിക്കറിയാം എൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും എൻ്റെ ആദ്യം പ്രാർത്ഥിച്ചെന്ന്. എന്താടോ? ഒന്നുമില്ല. താൻ കാര്യം പറ. ഈ ഭൂമിയിൽ ആരെങ്കിലും ഇങ്ങനെയൊക്കെ സ്നേഹിച്ചിട്ടുണ്ടാവോ? അറിയില്ല. താനും ഞാനും ഒരുമിച്ച് ഇവിടെ വരുന്നത് ഇത് 2ാം തവണയല്ലേ? അതെ. പക്ഷേ ഇതിനു മുമ്പ് ഒരുപാട് കാലം നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നൊരു തോന്നൽ. കിറുക്ക്, അല്ലാതെ എന്ത്? ആവാം. പക്ഷേ ആ കിറുക്ക് എനിക്കിഷ്ടമാണ്. കാരണം ആ കിറുക്കിൽ താനുണ്ടല്ലോ. എങ്ങനെ നോക്കി നിന്നാ മതിയോ? പോണ്ടേ? ബഗർ സുഷി. ഒരുമാതിരി കള്ളക്കളി കളിച്ചോണ്ടല്ലോ. കള്ളക്കളിയൊന്നുമല്ല, ഈ മൂവ്മെന്റ് വളരെ ഷാർപ്പാ. എന്ന് നീ മാത്രം പറഞ്ഞാൽ മതിയോ? ഇത് അളിയന്റെ സ്ഥിരം പരിപാടിയാ. തോക്കൊന്നും ഉറപ്പാകുമ്പോ ഇങ്ങനെ എന്തെങ്കിലും ഉടായ്പായിട്ട് വന്നോളൂ. നീ പോടാർക്കായിരുന്നു. ഓ ആ ദാ പിടിച്ചോ ചെക്ക്. അതൊന്നും പറ്റൂല. ഇവിടെ എങ്ങനെയാ പറ്റുന്നേ? അത് നടക്കൂല. എങ്ങും പറ്റൂല. ഇതെങ്ങോട്ടാ? അതൊന്നും നടക്കൂല. അവിടെ തേരും. നിന്റെ അളിയം അവിടെ കുതിരുണ്ടെന്ന് മാറ്റി. കുതിര? അളിയം ഇതിലെന്താ കളത്തിലുണ്ട്? ഓ ഈ ബിഷപ്പ് ഇവിടെ അല്ലല്ലോ ഇരുന്ന്. ഇവിടെ തന്നെ ഇരുന്നത്. അളിയന്റെ കണ്ണിന്റെ കുഴപ്പമാണ്. പിന്നെ എന്നാലും ഇത് അവിടെ. ഓ പിന്നെ ഒരെന്നാലും ഇല്ല.
ഞാൻ ജയിച്ചു, അതങ്ങ് ഡിക്ലെയർ ചെയ്താ ആ മതി. പിന്നെ ജയിച്ചു. ഇനി ഈ സംഭാരം കുടിച്ചിട്ട് മതി കളിയൊക്കെ. കളിയൊക്കെ കഴിഞ്ഞു. അളിയനെ ഞാൻ നല്ല സുന്ദരമായിട്ട് തോൽപ്പിക്കുകയും ചെയ്തു. ചുമ്മാ മോളെ, ഇവൻ ഭയങ്കര കള്ളക്കളിയാ. ആഹാ, ഇത് അളിയൻ തോക്കുമ്പോൾ സ്ഥിര നമ്പറാ, താങ്കാരിയെ കണ്ട. എന്താ ആർക്കെ നോക്കുന്നോ? അയ്യോ ഞാനില്ല. കളി അറിയില്ലെങ്കിൽ പറ, ഞാൻ പഠിപ്പിച്ചു തരാം. ഞാൻ എക്സ്പെർട്ടാ. നിങ്ങൾ എന്നിട്ട് എന്നെ ഇതുവരെ പഠിപ്പിച്ചിട്ടില്ലല്ലോ. എടീ, നിന്നെ പഠിപ്പിക്കാനേ ഇത് കിളിമാസ് കളിയല്ല, ബുദ്ധിയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കളിയാ. ഓ, ഇതൊരു വല്ലാത്ത ബുദ്ധി തന്നെ. ആർക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് നിങ്ങളുടെ വിചാരം അല്ലേ? എടാ ആദി, നിന്നോട് ഞാനൊരു കാര്യം പറയാം. നീ നിന്റെ ഭാര്യയെ മര്യാദയ്ക്ക് നിർത്തണം. അവൾ എന്ത് മര്യാദയുടെ ചേച്ചി കാണിച്ചേ? എന്റെ ഭർത്താവിന് മോരും വെള്ളം കൊണ്ടു കൊടുക്കാൻ ഇവളാരാ? അവൾ ആരാന്ന് ചേച്ചിക്ക് അറിയില്ലേ? എന്റെ ഭാര്യ. നിന്റെ ഭാര്യ നിന്റെ കാര്യം നോക്കിയാ പോരെ? ഹ, പിന്നെ വെള്ളം കൊണ്ടുവരുമ്പോ ഒരാൾക്ക് വേണ്ടി മാത്രം കൊണ്ടുവരാൻ വേണ്ട, പറ്റുമോ? ഈ നാട്ടുകാർക്ക് മുഴുവൻ കൊണ്ടുകൊടുക്കാൻ നീ അവളോട് പറ. ഒരു കാര്യം ചെയ്, നീ അവൾക്ക് ആ ജംഗ്ഷനിൽ ഒരു മോരും വെള്ളക്കട ഇട്ടു കൊടുക്കും. ആമി, നിനക്ക് എന്തിന്റെ കേടാ? നിങ്ങൾക്കുള്ളതേ ഞാൻ വെച്ചിട്ടുണ്ട്. ഓ, ഒരു കോച്ച് വന്നിരിക്കുന്നു. നാട്ടുകാരെല്ലാവരും കളി പഠിപ്പിക്കാൻ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. കാണിച്ചു തരാം ഞാൻ. ആമി, ആമി, ഇവക്ക് എന്ത് പറ്റിയാ? മതി, നിങ്ങളാരും വിഷമിക്കണ്ട. എന്നോടുള്ള ദേഷ്യം തീർത്താ ചേച്ചി. എന്നാൽ ഇതൊരു വല്ലാത്ത ദേഷ്യം തന്നെയാ. പുളിയോട് കെട്ടി നല്ല 4 തല്ലു കൊടുത്താൽ ഈ അസുഖം താനെ അങ്ങോട്ട് മാറും. അളിയാ, ഞാൻ എന്തെങ്കിലും സാഹസം കാണിച്ചാലേ എന്നോട് ചോദിക്കാൻ വന്നേക്കരുത്. ഇല്ല അളിയ, ഈ കാര്യത്തിൽ അളിയന് സർവ്വ സ്വാതന്ത്ര്യം. എന്റെ പെങ്ങളെ നന്നാക്കി എടുക്കേണ്ട ചുമതല ഞാൻ അളിയനെ ഏൽപ്പിക്കുന്നു. ആ